ഏറ്റുമാനൂർ സ്വദേശി ജി ജഗദീഷ് എന്ന സ്വാമി ആശാൻ അഭിനയിക്കുന്ന ദ പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തോടനുബന്ധിച്ച് ഗുരുനാഥനായ SP പിള്ളയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഗുരുവന്ദനം അർപ്പിച്ചു. ഏറ്റുമാനൂരിലെ SP പിള്ളയുടെ വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. SP പിള്ളയുടെ പുത്രൻ സതീഷ് ചന്ദ്രൻ, ആത്മമിത്രമായ പുളിമൂട്ടിൽ N അരവിന്ദാക്ഷൻ നായർ, സിനിമാ താരം കോട്ടയം പുരുഷൻ എന്നിവർക്ക് ദക്ഷിണ നൽകി ഗുരുവന്ദനം നടത്തി. SP പിള്ളയുടെ സ്മൃതിദിനം ജൂൺ 12-നാണ്. ജൂൺ 13-നാണ് ദി പ്രൊട്ടക്ടർ എന്ന സിനിമ പ്രദർശനത്തിനെത്തുന്നത്. SP പിള്ള സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയായ ജി ജഗദീഷ് ട്രസ്റ്റ് ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് ഗുരുവന്ദനം നടത്തിയത്. ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയൊരു പരിപാടി ഇവിടെ നടത്തുകയാണ്. കാരണം അഭിനയത്തിൻ്റെ സാമ്രാട്ടായിരുന്ന SP പിള്ളയുടെ മകൻ്റെ കുടുംബത്തിൽ വന്ന് അവരുടെ ഗുരു പൂജ ഏറ്റുവാങ്ങിക്കൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ സ്വാമി ആശാൻ വളരെ നല്ല രീതിയിൽ, നമുക്കെല്ലാവർക്കും അറിയാം, പ്രഗത്ഭരായ അഭിനയിക്കുന്നവരുടെ കൂടെയാണ് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പും 1-2 അഭിനയങ്ങൾ നമ്മുടെ ചെറിയ ഷോർട്ട് സിനിമയിലുമൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. SP പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഉഷ സുരേഷ്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജൻ, SP പിള്ള സ്മൃതി 2025 സംഘാടക സമിതി ജനറൽ കൺവീനർ സിറിൽ G നരിക്കുഴി, സമിതി കൺവീനർ AR രവീന്ദ്രൻ, കഥകളി ആചാര്യൻ ഏറ്റുമാനൂർ ശിവജി, ട്രസ്റ്റ് ഭാരവാഹികളായ പ്രകാശ് മണി, ശ്രീധരൻ നട്ടാശ്ശേരി, കണ്ണൻ കിടങ്ങൂർ, മണിശർമ്മ എന്നിവർ പ്രസംഗിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കലാജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ ഗുരുവിനെ വന്ദിക്കാനായിട്ടുള്ള അവസരം. ഒരുപാട് കലാകാരന്മാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ SP ചേട്ടനാണ്. എന്നെ കുഞ്ഞുനാളിലെ എടാ മക്കളെ ബാട എന്ന് പറഞ്ഞ് പല സിനിമയുടെ ഷൂട്ടിങ്ങുകൾ അന്നൊക്കെ ഞാനിങ്ങനെ ഉഴപ്പി നടന്നു. അന്ന് ഞാൻ ഈ കാറിലും ടൂറിലും ഒക്കെ ആയിട്ട് നടന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് അദ്ദേഹത്തിൻ്റെ 40ാം ചരമവാർഷിക ദിനത്തിൽ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങളുണ്ടായി പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം എൻ്റെ ഗുരു അതുപോലെ എന്നെ സ്നേഹിച്ചിരുന്നു, പല സമയത്തും വിളിച്ചിരുന്നു. അന്നൊന്നും ഞാൻ പറയുന്നു. പക്ഷേ ജൂൺ 12 അദ്ദേഹം മരിച്ച ദിവസമാണ്. 13-ാം തീയതി എൻ്റെ സിനിമ റിലീസാണ്. എല്ലാവരും അനുഗ്രഹിക്കും. i4 ന്യൂസ് ഏറ്റുമാനൂർ.